കൃഷിക്കേറെ പ്രാധാന്യം നൽകുന്ന വിവിധ കാർഷിക പ്രവർത്തനങ്ങളിലൂടെ കൃഷി സമൃദ്ധി കൈവരിച്ച പഞ്ചായത്തുകളിലൊന്നാണ് കൊല്ലം കുമ്മിൾ ഗ്രാമപഞ്ചായത്ത്. ഇവിടെ ദീർഘകാല പ്രവാസ ജീവിതത്തിനു ശേഷം കൃഷിയിൽ വ്യാപൃതരായ ദമ്പതികളാണ് രവീന്ദ്രൻ പിള്ളയും രമാദേവിയും. വിവിധ ഫലവർഗ്ഗങ്ങളാലും പച്ചക്കറികളാലും നിറഞ്ഞ ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലെ പ്രധാന സന്ദർശകരാണ് ഇവിടെ കാണുന്ന വർണ്ണത്തൂവലുകളാൽ മനോഹരമായ മയിൽക്കൂട്ടങ്ങൾ. ഇദ്ദേഹത്തിന്റെ പ്രധാന കൃഷിയാണ് ഡ്രാഗൺ ഫ്രൂട്ട്. നാട്ടിൽ വന്ന് സെറ്റിലായതിന് ശേഷം അങ്ങനെ കൃഷിയിലോട്ട് താല്പര്യം ഉണ്ടായി. അങ്ങനെ കൃഷി താല്പര്യം നേരത്തെ ഉണ്ടായിരുന്നു. അബുദാബിയിലായിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ കുറച്ച് നാട്ടിൽ കുറച്ച് സ്ഥലം വാങ്ങി. അപ്പം അതിൽ റബ്ബറൊക്കെ ആയിരുന്നു. അത് റബ്ബറൊക്കെ ഇപ്പം മുറിച്ച് കളഞ്ഞു. എന്നിട്ട് അതിലൊരു 1.25 ഏക്കർ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തു. പിന്നെ ഒരു 1.25 ഏക്കറിൽ കശുമാവ് കൃഷിയുണ്ട്. പിന്നെ 1 ഏക്കറിൽ ഇപ്പോൾ റബ്ബർ ഉണ്ടായിരുന്നു. അതിപ്പോൾ മുറിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. അത് വേറെ എന്തെങ്കിലും കൃഷി ചെയ്യാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള സ്ഥലത്ത് അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളും മറ്റുള്ള ഫ്രൂട്ട്സുകളും ഒക്കെയാണ് കൃഷി ചെയ്യുന്നത്. നടാനുള്ള ഡ്രാഗൺ ഫ്രൂട്ട് കട്ടിങ്ങുകൾ ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കുന്നു. ഡ്രാഗൺ ഫ്രൂട്ട് ചെടികളുടെ ചുവട് ഭാഗം ഓടുകൊണ്ട് തടമൊരുക്കി ജൈവവളമിട്ട് പരിപാലിക്കുന്നു. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയെപ്പറ്റി പറയുകയാണെങ്കിൽ അതിന് ആദ്യമായിട്ട് വേണ്ടത് ഒരു താങ്ങുകാലാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു താങ്ങുകാൽ വേണം. അത് കോൺക്രീറ്റ് കൊണ്ടുള്ള പോസ്റ്റ് ആണെങ്കിൽ ഏറ്റവും നല്ലത്. ഒരു താങ്ങുകാൽ ആദ്യം കുഴിച്ചിട്ട് അത് നല്ല ലെവലായിട്ട് കുഴിച്ചിട്ട് സ്ട്രോങ് ആയിട്ട് ഉറപ്പിച്ച് നിർത്തിയതിന് ശേഷം അതിന് ചുറ്റിനും 4 തൈകൾ നടാൻ പറ്റും. എന്നിട്ട് അത് ആ തൈകൾ ആ പോസ്റ്റിൽ കെട്ടി വിട്ടു കൊടുക്കണം. ആദ്യം ഇനിഷ്യലി കെട്ടി വിട്ടു കൊടുക്കണം. എന്നിട്ട് അത് അതിൽ പോസ്റ്റിൽ താങ്ങുകാലിൽ പിടിച്ചത് കയറിക്കോളും. മുകളിൽ വന്നിട്ട് ടോപ്പിൽ ഒരു ടയർ വെച്ചിട്ട് ആ ടയറിനകത്ത് കൂടി ഇത് പുറത്തേക്ക് എടുത്ത് ഇടണം. പുറത്തേക്ക് ഇങ്ങനെ വീണ് താഴോട്ട് കിടന്നാൽ മാത്രമേ ഇത് കായ്ക്കുകയുള്ളൂ. നേരെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ എത്ര ഹൈറ്റിൽ വേണം പോകും, പക്ഷേ കായ്ക്കില്ല. പിന്നെ ഈ കൃഷിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിന് വളപ്രയോഗങ്ങളിൽ ഞങ്ങൾ പൊതുവെ എല്ലാം ജൈവ രീതിയിലുള്ള കൃഷിയാണ്. അപ്പം ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പൻ പിണ്ണാക്ക്, കോഴിക്കാഷ്ടം അങ്ങനെയുള്ള വളങ്ങളൊക്കെയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ജീവാമൃതം, പഞ്ചഗവ്യം പോലുള്ള ഗുണമേന്മയേറിയ ജൈവവളങ്ങളാണ് ഇവിടുത്തെ പ്രധാന വളങ്ങൾ. കൃത്യസമയത്തുള്ള വളപ്രയോഗത്തിലൂടെ മികച്ച വിളവ് ലഭിക്കുന്നു. ജീവാമൃതം ഉണ്ടാക്കുന്നതിന് നാടൻ പശുവിൻ്റെ ചാണകം 10 കിലോ, നാടൻ പശുവിൻ്റെ തന്നെ മൂത്രം 10 ലിറ്റർ, 2 കിലോ ശർക്കര, 2 കിലോ പയറുപൊടി അല്ലെങ്കിൽ മുതിര അങ്ങനെയുള്ള ഏതെങ്കിലും ഇരട്ട പരിപ്പുള്ള ധാന്യങ്ങളുടെ പൊടി, പിന്നെ ഒരു 2 കിലോ കടലപ്പിണ്ണാക്ക്, പിന്നെ പച്ചിലകൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് 200 ലിറ്റർ ടാങ്കിൽ മിക്സ് ചെയ്ത് ഒരാഴ്ച വെച്ചേക്കും. എന്നിട്ട് ദിവസം ഇത് ഇളക്കി കൊടുക്കും. അത് കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അത് നല്ല ഒരു വളമായിരിക്കും. അതെടുത്ത് ഇത് 10 ലിറ്റർ 1 ലിറ്ററിന് 10 ഇരട്ടി വെള്ളം ചേർത്ത് ചെടികളുടെ മുട്ടി ഒഴിച്ചു കൊടുക്കും. മികച്ച പച്ചിലവളമായി കൊന്നയിലയും ഉപയോഗിക്കുന്നു. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായത്തോടെ നിർമ്മിച്ച മഴമറ ഇവിടെ കാണാം. പുതിയ വിളകൾക്കും വിത്തുകൾക്കുമായി ബെഡുകൾ ഒരുക്കിയിരിക്കുന്നു. ചുവന്ന മുത്തുകൾ പോലുള്ള ചെറിപ്പഴങ്ങൾ ഈ തോട്ടത്തിൽ കായ്ച്ചു നിൽക്കുന്നു. ചെറിയ രീതിയിൽ സ്വന്തമായി തന്നെ തേനും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയോടൊപ്പം തന്നെ വീടിനോട് ചേർന്ന പുരയിടത്തിലും വീട്ടുവളപ്പിലും നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നു. പ്ലാവ്, മാവ്, പപ്പായ, പേര, നാരകം, റംബൂട്ടാൻ എന്നു തുടങ്ങി ഒട്ടുമിക്ക ഫലവർഗ്ഗങ്ങളും ഇവിടെയുണ്ട്. വിശാലമായ കശുമാവിൻ തോട്ടം. പച്ചയും പഴുത്തതുമായി കശുമാവിൻ പഴങ്ങൾ. വിപണിയിൽ എല്ലായ്പ്പോഴും വിലയുള്ളതും കർഷകർക്ക് വരുമാനം ഉറപ്പാക്കുന്നതുമാണ് കശുവണ്ടികൾ. ഞങ്ങൾക്ക് ഒരു 1.25 ഏക്കറോളം ഇത് കശുമാവ് കൃഷിയുണ്ട്. ഏകദേശം 100-125 മൂട് കശുമാവ് നട്ടിട്ടുണ്ട്. ഇതിപ്പോൾ 5 വർഷമായി. 2020 പ്ലാൻ ചെയ്തതാണ്. 5 വർഷം കഴിഞ്ഞു. ഈ വർഷം ഏകദേശം 300 കിലോ ഈൽഡ് കുറവായിരുന്നു ഈ വർഷം.
എനിക്ക് തോന്നുന്നു കാലാവസ്ഥയുടെ അതായത് ഏകദേശം 300 കിലോ കിട്ടിയിട്ടുണ്ട് ഇതുവരെ ആയിട്ട്. ഇനിയും കുറച്ച് കിട്ടും, ഇനിയും 10-200 കിലോയുടെ കൂടെ കിട്ടാൻ സാധ്യതയുണ്ട്. ഞങ്ങളിത് കൊടുക്കുന്നത് കടയ്ക്കൽ മാർക്കറ്റിൽ ആണ് കൊടുക്കുന്നത്. വീട്ടുമുറ്റത്തെ പന്തലിൽ നിറയെ മധുരമേറും പാഷൻ ഫ്രൂട്ടുകളും മുന്തിരിക്കുലകളും കാണാം. മികച്ചൊരു എഴുത്തുകാരി കൂടിയായ രമാദേവിക്ക് പച്ചക്കറികൾ സ്വന്തം അടുക്കളത്തോട്ടത്തിൽ കൃഷി ചെയ്യുന്നതാണ് ഇഷ്ടം. എഴുത്തുപോലെ തന്നെ ഏറെ പ്രിയപ്പെട്ടതാണീ കൃഷിത്തോട്ടം. തക്കാളിയും ക്യാപ്സിക്കവും പലതരത്തിലുള്ള മുളകും വാളരിങ്ങയും പീച്ചിങ്ങയും സാലഡ് വെള്ളരിയും ബെസല്ല ചീരയും ക്യാരറ്റുമൊക്കെയായി ധാരാളം പച്ചക്കറികൾ ഇവിടെ കൃഷി ചെയ്യുന്നു. കുമ്മിൾ പഞ്ചായത്തിലെ മികച്ച വനിതാ കർഷകയാണ് ജലജാമണി. പച്ചക്കറി, തീറ്റപ്പുൽ, വാഴ, താമര, പശു, കോഴി, താറാവ്, കാടക്കോഴി തുടങ്ങി നിരവധി കൃഷികൾ ചെയ്യുന്ന മാതൃകാ കർഷകയാണിവർ. കൃഷി സമൃദ്ധി പ്രകാരം ഞാൻ കൃഷികൾ പച്ചക്കറികളെല്ലാം ചെയ്യുന്നുണ്ട്. ചീര, എല്ലാ പയർ, വെണ്ട, പടവലം, പാവൽ, പിന്നെ വള്ളി പടന്നു പോകുന്ന എല്ലാ തണ്ണിമത്തൻ, അങ്ങനെ എല്ലാ കൃഷികളും ഞാൻ ചെയ്യുന്നുണ്ട്. പുൽകൃഷിയുണ്ട്, പശു വളർത്തലുണ്ട്, ആട് വളർത്തലുണ്ട്, കോഴിയുണ്ട്, പിന്നെ ചേന, ചേമ്പ് എല്ലാം അങ്ങനെയുള്ള മരിച്ചീനി എല്ലാം ഉണ്ട്, വാഴയുണ്ട്, എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട്. ചോളം കൃഷി ചെയ്യുന്നുണ്ട്. കൃഷി ചെയ്യുന്ന 2004 മുതലേ ഞാൻ കൃഷിയിലേക്ക് ഉണ്ട്. നേരത്തെ എൻ്റെ അച്ഛൻ വലിയ കൃഷിക്കാരനായിരുന്നു. അപ്പോൾ ഈ പ്രോജക്റ്റൊക്കെ പഠിക്കാൻ വേണ്ടി സ്കൂളിൽ നിന്ന് പിള്ളേരൊക്കെ അച്ഛനെ കാണാനാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ കൃഷിക്കാരാണ് പാരമ്പര്യമായിട്ട്. കുമ്മിൾ കൃഷിഭവൻ നടപ്പിലാക്കുന്ന പദ്ധതികളിൽ ഉൾപ്പെട്ട പച്ചക്കറി തൈ ഉൽപ്പാദനവും വിതരണവുമെല്ലാം ചടയമംഗലം അഗ്രോ സർവീസ് സെന്റർ മികച്ച രീതിയിൽ നടപ്പിലാക്കുന്നു. 2013 ചടയമംഗലം അഗ്രോ സർവീസ് സെന്റർ രൂപീകരിക്കുന്നത്. കൃഷി സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന സേവന മേഖല കൂടിയാണ്. നിലവിൽ 5 സ്റ്റാഫുകളുണ്ട്. പിന്നെ ഞങ്ങളുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ SHM, BDP പദ്ധതികൾക്ക് ചെയ്തു കൊടുക്കുക, പച്ചക്കറി തൈ ഉൽപ്പാദിപ്പിക്കുക, പഞ്ചായത്തിൻ്റെ ജനകീയാസൂത്രണം വഴി നടപ്പാക്കുന്ന മൺചട്ടിയിൽ പച്ചക്കറി കൃഷി, മൺചട്ടിയിൽ കുറ്റിക്കുരുമുളക് കൃഷി, പിന്നെ പച്ചക്കറി തൈ, ഫ്രൂട്ട് പ്ലാന്റ്, ഇടവിള കിറ്റ്, പിന്നെ കർഷകർക്ക് ആവശ്യപ്പെടുന്നതനുസരിച്ച് അവർക്ക് പച്ചക്കറി തോട്ടം, ഫലവൃക്ഷ തോട്ടം എന്നിവ രൂപീകരിക്കുക എന്നിവയാണ്. പിന്നെ കർഷകർക്ക് ഇവിടെ ലഭ്യമാകുന്ന സേവനങ്ങൾ പച്ചക്കറി തൈകൾ, ഫലവൃക്ഷ തൈകൾ എന്നിവ മിതമായ നിരക്കിൽ ലഭ്യമാകുന്നതാണ്. ഷെയ്ഡ് നെറ്റിനുള്ളിൽ പച്ചക്കറി, ഫലവൃക്ഷ തൈകൾ ഉൽപ്പാദിപ്പിച്ചും ടിഷ്യൂ കൾച്ചർ തൈകൾ പാകപ്പെടുത്തിയും കൃഷിഭവനിലും കർഷകർക്കും എത്തിച്ചു കൊടുക്കുന്നു. വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ചട്ടികളിൽ പോട്ടിംഗ് മിശ്രിതം നിറച്ച് തൈകൾ നട്ട് വിതരണം ചെയ്യുന്നു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എത്തിക്കുവാനും അതുപോലെ തന്നെ വിപണി കണ്ടെത്തുവാനും അതിലൂടെ ഏറ്റവും മികച്ച വരുമാനം ഞങ്ങളുടെ കർഷകർക്ക് നൽകുവാനും സാധിക്കുന്നുണ്ട്. ഞങ്ങളുടെ പഞ്ചായത്തിലെ കൃഷി സമൃദ്ധി പദ്ധതിയിൽ ഏറ്റവും നല്ല രീതിയിലുള്ള മൈക്രോ പ്ലാനാണ് ഞങ്ങളുടെ കൃഷി വകുപ്പ് നടപ്പിലാക്കി വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തരിശ് രഹിതമായ പഞ്ചായത്ത് എന്നതാണ്. അതിനുവേണ്ടി കൃഷിഭവനും അതുപോലെ സന്നദ്ധ പ്രവർത്തകരും ഒത്തൊരുമിച്ച് പോവുകയും 4 ഹെക്ടറോളം ഭൂമിയെ ഞങ്ങൾക്ക് തരിശ് രഹിതമാക്കി കൃഷിയോഗ്യമാക്കാനും സാധിച്ചിട്ടുണ്ട്. കൃഷി സമൃദ്ധി എന്ന ജനകീയ മുന്നേറ്റ പദ്ധതിയിലൂടെ ഏറ്റവും മികച്ച ഒരു വരുമാനം കർഷകർക്ക് എത്തിക്കുക എന്നതിലുപരി യുവതലമുറയെ കൃഷിയിലേക്ക് അടുപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൃഷി സമൃദ്ധി പദ്ധതിയുടെ നട്ടെല്ലെന്ന് പറയുന്നത് ഞങ്ങളുടെ നിർവഹണ സമിതിയും അതുപോലെ കൃഷിക്കൂട്ടങ്ങളുമാണ്. അവരുടെ പ്രവർത്തനങ്ങൾ വളരെ നല്ലൊരു രീതിയിൽ തന്നെ ഞങ്ങളുടെ പഞ്ചായത്തിൽ കൃഷി സമൃദ്ധി പദ്ധതിയെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കുമ്മിൾ പഞ്ചായത്തിലെ മികച്ച കർഷകനാണ് ഓട്ടോ ഡ്രൈവറായ ഷംസുദ്ദീൻ. അപ്പോൾ എനിക്കിവിടെ 90 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൽ 150 കൂടെ അടയ്ക്കാവരം, 50 മൂട് അടയ്ക്കാവരം കാച്ചു തുടങ്ങി, 50 മൂട് അതിൻ്റെ താഴത്തുള്ള 50 മൂട്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷം എൻ്റർമംഗലം ഒരു 50 മൂട് വെച്ച്, വാഴയെല്ലാം കൂടെ ഒരു 300 കൂടെ ഉണ്ട്. പിന്നെ കായ്ക്കുന്ന മാവ് കർപ്പൂര മാവുണ്ട്, വേറെ 2-3 ജാതി മാവുകളുണ്ട്, അതിലെല്ലാം മാങ്ങ കാച്ചുന്നുണ്ട്. പിന്നെ
കുറേ തൈകളുണ്ട്, എല്ലാത്തിലും എല്ലാം കുറച്ച് കായ്ച്ചിട്ടുണ്ട്. ഇത് മേടിച്ചപ്പോൾ വെറും തറയായിട്ട് കിടന്നാണ്. പിന്നെ ഇതിൽ 5 വർഷമായി. ഇപ്പോൾ അടയ്ക്കാമരങ്ങളും മുളകുകൾ, ബാക്കി ആദായങ്ങൾ, പ്ലാവും മാവും ഇങ്ങനെയുള്ള ആദായങ്ങളൊക്കെ ഇട്ടുപിടിപ്പിച്ച് പപ്പായ എല്ലാവിധ കാര്യങ്ങളും ഒരുപാട് ഒക്കുന്ന രീതിയിലൊക്കെ ചെയ്ത് സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കമാണ്. കാരണം 800 രൂപ ഡെയിലി ശമ്പളം കൊടുക്കണം, ഒരു ജോലിക്കാരൻ അവിടെ പോകണം. പിന്നെ ഞാൻ ഒരു ആട്ടയും കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നുള്ള വരുമാനം ഓടി അത് കൊണ്ടുവന്നൊക്കെ ഞാൻ അവിടെ പോകുമ്പോൾ ആ പൈസ കൂടെ കൊണ്ടുവന്ന് കൊടുക്കും. പിന്നെ സഹായമായിട്ട് കൃഷിഭവനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അവർ തരുന്നുണ്ട്. ഇപ്പോൾ ഈ വേലിയിട്ടെന്ന പദ്ധതിയിൽ അവർ കുറച്ച് പൈസ തന്നു. കൂൾ കൃഷിക്ക് കുറച്ച് പൈസ സഹായിച്ചു. പിന്നെ നേരത്തെ വാഴയ്ക്ക് തരുന്ന മരച്ചീനിക്കൊക്കെ തരുമായിരുന്നു. വാഴയും കുരുമുളകും കമുകുമെല്ലാമുള്ള സമ്മിശ്ര കൃഷിയിടമാണ് ഇദ്ദേഹത്തിൻ്റേത്. കുമ്മിൾ പഞ്ചായത്തിലെ ഒരു മികച്ച കർഷകനാണ് ശ്രീ ഷംസുദ്ദീൻ. അദ്ദേഹത്തിന് നമ്മുടെ കൃഷി സമൃദ്ധി പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചുറ്റുവേലി, നമ്മുടെ കുമ്മിൾ പഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് വന്യജീവികളിൽ നിന്നുള്ള ആക്രമണമാണ്. പ്രധാനമായും കാട്ടുപന്നി ശല്യമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ ഒരു വേലി ഷംസുദ്ദീൻ അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു. അതുമാത്രമല്ല, നമ്മുടെ കൃഷി അധിഷ്ഠിത ഫാം പ്ലാൻ പദ്ധതിയിലും ഒരു പമ്പ് സെറ്റിനുള്ള ആനുകൂല്യം കൂടി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ സജീവമായി കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കാർഷിക കർമ്മസേനയാണ് ഇവിടുള്ളത്. പ്രധാനമായി ഇപ്പം നമ്മൾ ചെയ്യുന്ന പദ്ധതികളെന്ന് പറയുന്നത് കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട ജനകീയാസ്വാദന എന്ന പദ്ധതിയുടെ കാർഷിക മേഖലയിലെ പച്ചക്കറി തൈ ഉൽപ്പാദനവും അതുപോലെ തന്നെ അതിൻ്റെ വിതരണവും 2-3-4 പഞ്ചായത്തുകളിലുള്ള പദ്ധതികളാണ് ചെയ്യുന്നത്. കൃഷി വകുപ്പിൻ്റെ കുറച്ച് സൗജന്യ പച്ചക്കറി തൈകൾ വിതരണമുണ്ട്. കാർഷിക കർമ്മസേനയുടെ പേരിൽ തന്നെ പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിച്ച് സൗജന്യ നിരക്കിൽ നമ്മൾ വിൽപ്പന നടത്തുന്നുണ്ട്. ആ നിലയിൽ കുറേയേറെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. മൂല്യവർദ്ധിത സംരംഭങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള ഈ കാലത്ത് മികച്ച മൂല്യവർദ്ധിത കൃഷിക്കൂട്ടമായി പ്രവർത്തിക്കുന്നവരാണ് സാരഥി കൃഷിക്കൂട്ടത്തിലെ അംഗങ്ങൾ. പിന്നെ ഞാൻ അച്ചാറാണ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ മാങ്ങയും ചമ്മന്തിപ്പൊടി, അതിന് ശേഷമാണ് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയത്. മാങ്ങ, നാരങ്ങ, പുളിഞ്ചിക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ വീടുകളിൽ നിന്ന് അടുത്തുള്ള ആൾക്കാരിൽ നിന്ന് തന്നെ വാങ്ങുന്നത്. പിന്നെ നമ്മൾ കുടുംബശ്രീ തന്നെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സമയത്താണ് ഇവിടുത്തെ സാറ്, കൃഷി ഓഫീസിലെ സാറ് ഇവിടെ ഒരു പേര് രജിസ്റ്റർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മളത് ചെയ്ത്, അപ്പോൾ അതിൽ നമ്മൾ 7 പേരാണ് അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ചെയ്തത്. സാരഥി എന്നാണ് പേര്. കർഷകർക്ക് എല്ലാവിധ സഹായങ്ങളുമായി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ഇവിടെ പ്രവർത്തിക്കുന്നു. അതുപോലെ ഈ കടയ്ക്കൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി രൂപീകരിച്ചത് തന്നെ ഫാർമേഴ്സിൻ്റെ, അതായത് അവരുടെ കാർഷിക മേഖലയുടെ ഉന്നമനത്തിനും അതുപോലെ അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു വിപണി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും, പിന്നീട് അവരിൽ നിന്ന് നമ്മൾ സമാഹരിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി നമുക്ക് മാർക്കറ്റ് ചെയ്തിട്ട് അവർക്ക് ഒരു കൃത്യമായി ഒരു മികച്ച വരുമാനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ നമ്മൾ അവർക്ക് കൂടുതൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, പച്ചക്കറി തൈകൾ, ഫലവൃക്ഷ തൈകൾ ഒക്കെയും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളങ്ങൾ, ജൈവവളങ്ങൾ, അങ്ങനെയുള്ള ജൈവ കീടനാശിനികൾ എല്ലാം തന്നെ നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഇത് ലക്ഷ്യമാക്കിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കമ്പനിയാണ് കടയ്ക്കൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി. കൃഷിയെയും കർഷകരെയും മണ്ണിനെയും ചേർത്തു പിടിച്ച് വിവിധ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുകയാണ് കുമ്മിൾ ഗ്രാമപഞ്ചായത്ത്.